അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനമാണ് സങ്കീർത്തനങ്ങൾ 110:7. അവൻ വഴിയരികിലുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. അതെ, വളരെ ചെറുതാണെങ്കിലും ആഴമേറിയൊരു വചനമാണിത്. ജീവിതയാത്രയിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. ഈ വചനത്തിൽ വഴിയരികിലെ തോട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ, പരീക്ഷകൾ, സന്തോഷങ്ങൾ, വേദനകൾ എന്നിവയാണ്. അതെ, നാം പലപ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കും. പക്ഷേ കർത്താവ് പറയുന്നത് അതിലൂടെ കടന്നു പോകുക, അതിൽ നിന്ന് കുടിക്കുക, അതിൽ നിന്ന് പഠിക്കുക എന്നതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളി എന്താണ്? രോഗമോ, കുടുംബ പ്രശ്നമോ, ആത്മീയ ക്ഷീണമോ? ആ അനുഭവം തന്നെയാണ് ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വഴിയരികിലെ തോട്. ഈ ധ്യാനത്തിൽ ഒരു മനോഹരമായ ഉദാഹരണമുണ്ട്. ചെറിയ പക്ഷികൾ. അവ വെള്ളം കുടിക്കുമ്പോൾ ഓരോ തുള്ളിയും കുടിച്ചതിന് ശേഷം തല ഉയർത്തുന്നു. നാം ജീവിതത്തിൽ എന്ത് അനുഭവിച്ചാലും ഓരോ അനുഭവത്തിനും ശേഷം ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കണം. അതാണ് ആ പക്ഷികളിൽ നിന്നുള്ള പാഠം. നിങ്ങൾ നന്ദി പറയേണ്ട ഒരു അനുഭവം ഒന്ന് തിരിഞ്ഞു നോക്കൂ. അതൊരു കഷ്ടപ്പാടായിരുന്നാലും അതിലൂടെ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തിയില്ലേ? ഇനിയും ഒരു തീരുമാനമെടുക്കാം. ജീവിതത്തിന്റെ ഓരോ തുള്ളിക്കും നന്ദി പറയുന്നവരാകാം. ജീവിതത്തിന്റെ ഈ തോട് നമ്മെ തകർക്കാനല്ല, നമ്മെ ഒരുക്കാനാണ്. അത് നമ്മെ കർത്താവിന്റെ സേവനത്തിനായി ഇന്നും ഭാവിയിലും ഉപയോഗിക്കപ്പെടുന്നവരാക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ അനുവദിക്കുന്ന ഓരോ അനുഭവത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. സന്തോഷങ്ങളായാലും പരീക്ഷകളായാലും അവയൊക്കെയും നിന്നിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളായി സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വഴിയിലെ തോട് പോലെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുടിക്കുമ്പോൾ ഞങ്ങളുടെ തല നിന്നിലേക്ക് ഉയർത്തി കൃതജ്ഞതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാവും നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി പങ്കുവെക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.